ഹലോ ഡിയേഴ്സ്, ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനയിൽ കണ്ടതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനവിടെ ലൈൻ ചെയ്ത് കാണിക്കുന്നത് നെക്കിൻ്റെ സെൻറ്റർ പോർഷനാണ്. 3.25 ഇഞ്ചാണ് രണ്ട് സൈഡിലേക്കും ഞാൻ മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. മേലെ ഒരു 3/4 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ടാണ് നമ്മൾ നെക്കിനുള്ള ലൈൻ വരച്ചെടുത്തിരിക്കുന്നത്. ഓക്കെ, ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് 3/4 ഇഞ്ച് ഞാനവിടെ വിട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് നെക്കിൻ്റെ മെഷർമെൻറ്റ് താഴേക്ക് മാർക്ക് ചെയ്യാൻ പോകുന്നത്. 3.25 ഇഞ്ച് നെക്ക് വിഡ്ത്ത് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്യാതുള്ളൊരു പോർഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 3.25 6.5 ഇഞ്ചാണ് ഞാനവിടെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി താഴേക്കുള്ള ലെങ്ത്താണ് കാണിക്കുന്നത്. 6 ഇഞ്ചാണ് ഞാനവിടെ നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടല്ലോ. വൺ സൈഡിലാണ് 6 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് നെക്ക് ലെങ്ത്ത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ 3.5 ഇഞ്ചാണ് നെക്ക് ലെങ്ത്ത് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. രണ്ട് സൈഡിലും 2 അളവിലാണ് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു സൈഡിൽ 3.5 ഇഞ്ചിലും ഓപ്പോസിറ്റ് സൈഡിലെ 6 ഇഞ്ചിലേക്കുമായിട്ട് ഒരു ലൈൻ കൊടുത്ത് നമ്മൾ ആ ഒരു നെക്ക് വിഡ്ത്ത് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഒരു സ്ലാൻഡിങ് ലൈനായിട്ടാണ് അതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വരച്ച ആ ലൈനിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് താഴേക്കായിട്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ തന്നെ കൊടുക്കുകയാണ്. സ്കെയിൽ വെച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ കൊടുക്കുകയാണ് 3/4 ഇഞ്ച് ഗ്യാപ്പിൽ. അവിടെ നമുക്ക് നെക്കിൻ്റെ ഡിസൈൻ വരച്ച് കൊടുക്കാനായിട്ടുള്ള ഒരു ഡിസ്റ്റൻസാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി താഴെ ഒരു 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അവിടെ ഒരു ബാൻഡായിട്ട് വരേണ്ട ഒരു പോർഷനാണ് താഴെ കൊടുത്തിരിക്കുന്ന 1/2 ഇഞ്ച്. ഇങ്ങനെയാണ് നമുക്ക് ബേസിക്കായിട്ടുള്ള ഒരു മെഷർമെൻറ്റുള്ള ലൈൻ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് മെഷർമെൻറ്റ് കൊടുക്കുന്നതെന്ന് നോക്കാം. 2 ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ മാർക്ക് ചെയ്ത് പോയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയാലോ. അവിടെ നമുക്കൊരു കർവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ടിന്നിൻ്റെ കോർക്കാണ് എടുത്തിരിക്കുന്നത്. എളുപ്പം നമുക്ക് കയ്യിൽ കിട്ടുന്ന ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. ആ 2 ഇഞ്ച് ഗ്യാപ്പിൽ ആ മേലെ നമ്മൾ വരച്ചിരുന്ന ലൈനിൽ മുട്ടത്തക്ക രീതിയിലാണ് ആ ഒരു കർവ് വരച്ചെടുക്കുന്നത്. അങ്ങനെ 3 കർവാണ് ഞാനിപ്പോൾ അവിടെ വരച്ചെടുക്കുന്നത്. ആ 3 കർവ് വരച്ചെടുത്തതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പും കൂടി വരുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇനി താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ 1/2 ഇഞ്ച് ബാൻഡിനുള്ളത് അതവിടെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇപ്പോൾ റെഡ് ലൈനിൽ ഞാൻ വരച്ച് കാണിക്കുന്നുണ്ട്. 3/4 ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ രണ്ട് സൈഡിലും എടുക്കണം. ശേഷം താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ 1/2 ഇഞ്ചും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പീസിനെ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. റെഡ് ലൈൻ കൊടുത്തിരിക്കുന്ന ആ ലൈനിൽ കൂടെയാണ് നമ്മൾ ഔട്ടർ ലൈൻ കട്ട് ചെയ്ത് പോകേണ്ടത്. ഓക്കെ, ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ ആ ലൈനിട്ട് കാണിക്കുന്നത് നമുക്ക് സീം അലവൻസ് ആണ്. അതായത് നമുക്ക് ആ ബാൻഡ് ഏത് പീസൊക്കെയാണ് അവിടെ നമുക്ക് വേണ്ടത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ലൈനിട്ട് പോകുന്ന അത്രയും പോർഷനാണ് നമുക്ക് ബേസിക്കായിട്ട് അവിടെ ആവശ്യമായിട്ടുള്ളത്. മേലത്തെ നമ്മൾ 3/4 ഇഞ്ച് സീം അലവൻസ് ഇട്ട് പോകുന്നതും അതിൽ ഇൻക്ലൂഡാണ്. ഓക്കെ, ഇത്രയും കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് ആ ആർച്ചും കൂടി വേണേ. നമ്മൾ ആ കർവ് വരച്ചെടുത്തിരുന്നല്ലോ, ആ കർവും കൂടി നമുക്ക് ഇതിൽ ഇൻക്ലൂഡാണ്, കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഓക്കെ, ഏറ്റവും ലാസ്റ്റായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അത് നമുക്കങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വേണമെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം, കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അവിടെ നിന്ന് ആ ബാക്കിയുള്ള ഗ്യാപ്പിൽ നമുക്കൊന്ന് ആർച്ച് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ കർവ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ക്യാൻവാസിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഒരു മിനിയേച്ചർ ഫോമാണ് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. ഇപ്പോൾ വരച്ച അതേ ഷേപ്പ് ഞാൻ ഈ ക്യാൻവാസിൽ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സെയിം ഡിസൈൻ തന്നെയാണ് ഞാൻ ക്യാൻവാസിലേക്ക് വരച്ചെടുത്തിരിക്കുന്നത്. ലൈറ്റിൻ്റെ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ആ ഒരു മേലത്തെ പോർഷൻ ഉണ്ടല്ലോ,
കുറച്ച് പോർഷൻ ഒരു 1/2 ഇഞ്ച് അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ആ ഒരു മേലത്തെ പോർഷൻ എന്തിനാണ് അവിടെ നിർത്തുന്നതെന്ന്. നമുക്കവിടെ കറക്റ്റ് മെഷർമെൻറ്റ് നെക്കിൻ്റെ വിഡ്ത്ത് മാറിപ്പോകാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പോർഷൻ അവിടെ നിർത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി ലെങ്ത്ത് കൂടുതലുള്ള പോർഷൻ ഞാൻ ലെങ്ത്തിലായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ ആ ഒരു കട്ടിങ് വരുന്നത് നമ്മൾ ആർച്ച് നിർത്തിയിട്ടുണ്ടല്ലോ, ആർച്ച് ആ ഒരു കർവ് വരച്ചെടുത്തിട്ടുണ്ടല്ലോ, ആ കർവിൻ്റെ ഷേപ്പിലാണ് നമ്മൾ ആ ഒരു പീസിനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന ആ പീസ് ഒരു ലൈനിങ് പീസിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്ത് അയൺ ചെയ്തെടുക്കുമല്ലോ. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഇവിടെ കാണാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ തന്നെ ഒന്ന് റിവൈസ് ചെയ്ത് കാണാം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആ കർവ് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. കാണുന്നുണ്ടല്ലോ, അത്രയും പോർഷൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ക്യാൻവാസിൻ്റെ താഴെയുള്ള ആ ഒരു ഷേപ്പും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിരുന്നല്ലോ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ, ആ 1/2 ഇഞ്ച് അവിടെ നിർത്തിയതിന് ശേഷം ആ ഒരു പീസ് നമ്മൾ വരച്ചിരിക്കുന്ന ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇതാണ് നമുക്ക് ക്യാൻവാസിൻ്റെ ഒരു രൂപം കിട്ടുന്നത്. ഇനി നമ്മൾ ലൈനിങ്ങിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ. ഈ പീസിനെ അയൺ ചെയ്തു, ലൈനിങ് പീസിൽ വെച്ച് അയൺ ചെയ്തതിന് ശേഷം സൈഡെല്ലാം ഫിനിഷ് ചെയ്തു. കണ്ടോ, കർവ് നമുക്ക് കൃത്യമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പീസിലേക്കാണോ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണ്ടേ ആ പീസിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. സെൻറ്ററിൽ ഞാൻ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 സൈഡിലും ക്യാൻവാസിനോട് ചേർന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിന് ശേഷമാണ് ആ ഒരു കർവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് മെഷർമെൻ്റ് ഒന്നും മാറിപ്പോകാതെ കൃത്യമായിട്ട് നമ്മൾ വെക്കുന്ന സ്ഥാനത്ത് തന്നെ, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ആദ്യം സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് കൊടുത്ത് പിന്നീട് 2 സൈഡിലും ക്യാൻവാസിനോട് ചേർന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഫിനിഷ് ചെയ്യുന്നത്. നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഓക്കെ, ആ കർവ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്ക് പോയിൻറ്റഡ് ആയിട്ടുള്ള സൈഡെല്ലാം വരുമ്പോഴത്തേനും നമ്മൾ സൂചി അവിടെ കുത്തി നിർത്തിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഒന്ന് തിരിച്ച് സ്റ്റിച്ച് വളരെ ക്ലിയർ ആയിട്ട് തന്നെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് ടൈം പോയാലും നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്തെടുക്കാൻ. ഇനി 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ക്യാൻവാസിൽ നിന്ന് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് നെക്കിൻ്റെ ആ ഒരു പോർഷൻ ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തെടുത്താലാണല്ലോ മറയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ എവിടേക്കാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. 1/4 ഇഞ്ച് ഗ്യാപ്പ് എല്ലായിടത്തും വേണം കേട്ടോ. ആ പോയിൻറ്റഡ് ആയിട്ട് വരുന്ന ആ പോർഷനിൽ മാത്രം നമ്മളൊന്ന് ആ സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പ് കഴിച്ച് ചെറിയൊരു ഡിസ്റ്റൻസിൽ കട്ട് ചെയ്ത് നിർത്താം. ഞാൻ ആ ഡിസൈൻ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്, കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, കാണുന്നുണ്ടല്ലോ ആ പോയിൻ്റ് ആയിട്ടുള്ള പോർഷൻ ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത്. സ്റ്റിച്ചിൽ നമ്മുടെ കട്ട് കൊള്ളാൻ പാടില്ല, ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ പോർഷൻ മറയ്ക്കുകയാണ്. ആ ക്യാൻവാസ് വെച്ചിരിക്കുന്ന പോർഷനെ നമ്മൾ അങ്ങോട്ടേക്ക് മറയ്ക്കുകയാണ്. റോങ് സൈഡിലേക്ക് മറിച്ചതിന് ശേഷം നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കണം. ഏതൊരു നെക്ക് ഡിസൈനും നമ്മൾ ഇത്രയും വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് അയൺ ചെയ്തെടുക്കണം. അപ്പോഴാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുക. ഇനി നമുക്ക് ആ ലെങ്ത്ത് കൂടിയ സൈഡിൽ ചെറിയൊരു ലെങ്ത്ത് ഡെപ്ത്ത് കൂടിയ പോലെ തോന്നുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പിലേക്ക് ചെറിയൊരു ഷോ ബട്ടൺ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, കണ്ടോ, നമ്മൾ കട്ട് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഡെപ്ത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പിലേക്ക് ഒരു ഷോ ബട്ടൺ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ഭംഗിയുള്ളൊരു ഡിസൈനായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഷോ ബട്ടൺ വെക്കുന്ന ഒരു സ്റ്റൈലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആ ഒരു ഗ്യാപ്പിലേക്ക് സെറ്റാവുന്ന രീതിയിലാണ് ഞാൻ ഷോ ബട്ടൺ വെച്ചെടുക്കുന്നത്. ഓക്കെ, ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യാതെ പോകരുത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി
വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.